സച്ചു അവിടെ അവന്റെ കസിൻ ദുബായി വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് വരും. മച്ചാമാരെ ഹബീബി, ഇതൊക്കെയാണ് നിന്റെ ലോക്കൽ ഫ്രണ്ട്സ്. ബ്രോ, ദുബായിൽ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ടുണ്ടോ? വരത്തില്ല, എനിക്കറിയാം. നിനക്ക് ആരുണ്ട്? ദുബായി പോയിട്ടില്ല. എടാ, ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യുന്നു? He's a wonderful man. Wow, shit. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. Oh, sad. ഇവന്റെ അച്ഛൻ ലുലുമാളിൽ ഓഫർ കാണിച്ചു. എന്താ ബ്രോ? അല്ല, ദുബായില് ലുലുമാൾ ഉണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫുക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ പറ്റത്. എങ്കിൽ വാ, നമുക്കൊരു ചായ മടേ തള്ളാം. സി, ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അല്ലെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുത്തു. നിങ്ങൾക്കൊക്കെ ഈ മഴ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് സ്കൂളിൽ കുട നനയാതിരിക്കാൻ കുട ബാഗ് വെച്ചിട്ട് ഓടുമായിരുന്നു. അന്നും പാഴ്, ഇന്നും പപ്പാഴ്. ഈ PT പീരീഡിന് മഴ പെയ്യുന്ന അറിയാവോ? യൂണിഫോം എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, അതും ജട്ടി പോലും ഇടാതെ. അത്രയൊന്നും വരൂലല്ലേ? ഇപ്പൊ ഇട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാര്യം തിരക്കണ്ട, പഴയ കാര്യം പറഞ്ഞാൽ മതി. പണ്ടളിയെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോലം കാണുമായിരുന്നു. മെലിഞ്ഞ് ഒന്നുപോലെ ഇരുന്നേ. പക്ഷെ എവ എന്റെ കൂടെ അടക്കുമ്പോ എല്ലാരും ഞങ്ങളെ 10 പോണെന്ന് പറയണത്. ബോഡി ഷേമിങ് ചെയ്യാതെ ഒന്ന് അപ്ഡേറ്റ് ആകും. എന്നെ പറഞ്ഞപ്പോ എന്താ അപ്ഡേറ്റ് ബക്കായ? ഈ കാലാവസ്ഥയിൽ പണിക്ക് പോകാൻ പോലും തോന്നൂല. അല്ലാത്തപ്പോ ഇയാളായിരുന്നു കുടുംബം നോയിക്കൊണ്ടിരുന്നത്. 2 മാസം കൂടെ കഴിഞ്ഞ 2025. ഇപ്പോഴും മഴയുടെ ചന്തിയിൽ അടിച്ചോണ്ട് അവിടെ ഇരി. അതെ, ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. കൂട്ടോളിയോ? അതല്ലേലും 10 മണിയാകുമ്പോൾ പൂട്ടുമല്ലോ. മോത വിഴുങ്ങി കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടുത്തെ പൊളി കച്ചവടാ. എന്റെ മാസം നിനക്ക് മനസ്സിലായോ? അലക്സേ, നീ മുൻകൈ എടുക്കണം. മുൻകൈ എടുക്കണോ? എടാ, ഞാൻ നിനക്ക് ഇഷ്ടമൊന്നുമല്ല പറഞ്ഞ അവന് ഇത്ര നാണം വരും. അവനിപ്പോ ഏതോ പെണ്ണുമായിട്ട് വീണ്ടും ചിരിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഇല്ലാത്ത ക്യൂട്ട്നസ്. നീ അവനെ വീക്ഷിച്ചു നോക്കേ. നീ ഇവനെയാണോ വിളിക്കുന്നത്? അല്ലല്ല, പെണ്ണ. നീ അവനെ പിടിച്ച് മാറ്റില്ല, നിന്ന് കൊടുക്കും. 2 പട്ടിക്കുട്ടികളാ. പണ്ട് 2 പട്ടികളെ കല്ലെടുത്തെറിയുന്ന. ചിലപ്പോ പട്ടികളുടെ കൊച്ചുങ്ങളായിരിക്കും. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ, മന്തിയാ? എന്തിനാടാ ഈ പ്രായത്തിൽ റാ പോലെ മീശ വെച്ചേക്കുന്നു? അതിനെ ഇപ്പോഴേ IPS ആവാനുള്ള പ്രിപ്പറേഷൻ അല്ല. IPS ന്റെ ഫുൾ ഫോം എന്തോടാ? ഇന്ത്യൻ പോലീസ് സൂപ്പർ. ഫണ്ടാസ്റ്റിക്. കേറിപ്പോ. വരും. എനിക്ക് കെമിസ്ട്രി ഒട്ടും തലേ കയറുന്നില്ല. ബാക്കിയല്ലേ ഇയാളെ തലച്ചോറ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? നമ്മളെ സീമ ടീച്ചർക്ക് എത്ര രൂപ ശമ്പളം കാണുള്ളൂ? ഒരു 10-30,000 കാണും. അവരുടെ ചെലവൊക്കെ നടന്നു. ഡിവോഴ്സും കൂടെ. 2 പെൺമക്കളും. 2 കെട്ടെന്ന് അല്ലേ വന്നല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ പഠിക്കുമായിരിക്കും. എന്തായാലും പുഷ്പ 1000 കോടി അടിച്ചല്ലേ. അല്ലു അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ പേടി ഐറ്റം ഡാൻസിന് സംബന്ധയുടെ അത്രയും ശ്രീലീല വരുമെന്നായിരുന്നു. എനിക്കുറപ്പായിരുന്നു. അവളെ കുച്ചി മറ്റിലെ പൊട്ടി കണ്ടായിരുന്നു. എല്ലാം അറിയാം പുഷ്പയ്ക്ക്, ചില കാര്യങ്ങൾ അറിയില്ല. എന്തോടാ അറിയാത്തത്? അതല്ല, എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ലില്ല. എന്തുമായിരിക്കും ഇല്ലാത്ത? പുഷ്പയ്ക്കില്ലാത്ത എന്തോന്നു? പുഷ്പയ്ക്കില്ലാത്ത എന്തോന്ന് കാണാടാ. എന്നാലും അതായിരിക്കൂല. ഇത്ര നേരമൊക്കെ നീ ഇവിടെ ഇരുന്നിട്ട് എന്താടാ പഠിച്ചത്?